നമസ്കാരം. ബഹുഭാഷാ പണ്ഡിതനും അധ്യാപകനും കവിയുമായിരുന്ന പ്രൊഫസർ CG രാജഗോപാൽ അദ്ദേഹം വെള്ളിയാഴ്ച അന്തരിച്ചു. ഓഗസ്റ്റ് 2, 2024. കുട്ടനാട്ടിലെ തലവടി സ്വദേശിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക, സാമൂഹ്യ, സാഹിത്യ പ്രവർത്തനങ്ങൾ അത് പരക്കെ ശ്ലാഘിക്കപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദി അധ്യാപകനായിരുന്ന അദ്ദേഹത്തിൻ്റെ വിവർത്തന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും വലിയ സംഭാവന എന്ന് പറയാൻ പറ്റുന്നത് ഗോസ്വാമി തുളസീദാസിൻ്റെ രാമചരിതമാനസത്തിന് നൽകിയ വിവർത്തനമാണ്. ഇതാണ് ആ പുസ്തകം. സ്നേഹപൂർവ്വം അദ്ദേഹം എനിക്ക് അതിൻ്റെ ഒരു പകർപ്പ് അയച്ചു തരികയും ചെയ്തു. അദ്ദേഹവുമായി സാമാന്യം നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹവുമായി സാഹിത്യ, സാംസ്കാരിക കാര്യങ്ങളിൽ ഇടയ്ക്ക് ചർച്ചകളും നടത്തിയിട്ടുണ്ട്. വളരെ സുന്ദരമായി രാമചരിത മാനസം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത രാജഗോപാൽ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം രാമചരിത മാനസത്തിലെ സീതാ സ്വയംവര ഭാഗം അദ്ദേഹം വിവർത്തനം ചെയ്തത് ഒന്ന് വായിക്കാനും ശ്രമിക്കട്ടെ. വർണ്ണമാല്യ അർപ്പണം. അന്നേരം ശതാനന്ദൻ ആജ്ഞ നൽകയാൽ ഭൂമി നന്ദിനി രാമാന്തികം പോകുവാൻ നടകൊണ്ടാൾ. ചാരവേ ചരിക്കുന്നു മംഗളഗീതം പാടിച്ചാരുരിയേഴും ചാരുരൂപകൾ സഖീവൃന്ദം. അങ്കലാവണ്യത്തിൻ്റെ സീമയാം സീതാദേവി ഭംഗിയിൽ ചരിക്കയായി ബാലഹംസിക പോലെ ശോഭിപ്പൂ നിജ സഖിമാരുടെ മധ്യേ. ലഘുശോഭകൾക്കിടെ മഹാശോഭയെന്നതുപോലെ വരണമാല്യം വിശ്വവിജയ ശ്രീശോഭിതം. കരസാരസങ്ങളിൽ പേറിനാൾ വിദേഹജ. ഗാഠസങ്കോചം മെയിൽ പരമോത്സാഹം ഹൃത്തിൽ. ഗൂഢമാം തദീയാനുരാഗമാലറിയുന്നു. രാഘവാന്തികെ ചെന്ന് തന്മഹാകാന്തി കണ്ട് രാജനന്ദിനി നിന്നാൾ ചിത്രം പോൽ നിസ്തബ്ധയായി. ചാതുര്യമെഴും തോഴി ചാലവേ ചൊന്നാൾ. സഖീ ചാർത്തുക മടിയാതെ ചാരുവാം ജയമാല. പാണിയുഗ്മത്തിൽ മാലയെടുത്താൾ. എന്നാൽ പ്രേമപാരവശ്യത്താൽ അണിയിക്കുവാനാവുന്നീല. ചന്ദ്രനുമാല്യം ചാർത്താൻ മൃണാളയുധം. ഇരുസുന്ദര കമലങ്ങൾ സങ്കോചപ്പെടും പോലെ ചേരിതു കാൺകെ പാടിത്തുടങ്ങി ചെടീജനം. മാലരാമന്തന്മാരിൽ മൈഥിലി ചാർത്തിക്കൊണ്ടാൾ. രാമന്തൻ വക്ഷസ്സിലായി വരണമാല്യം പാർത്ത് പൂമഴ പൊഴിക്കയായി വാനിൽ നിന്നമരന്മാർ. മേദിനി പാലന്മാർക്കു വാടിപ്പോയി വദനങ്ങൾ. ആദിത്യബിംബം പാർക്കുമാമ്പൽ പൂകൾ പോലെ ഘോഷിച്ചു വാദ്യവ്രാതം പുരത്തിൽ. വിയത്തിലും തോഷിച്ചിരുന്നു ശിഷ്ടർ, ദ്വേഷിച്ചിരുന്നു ദുഷ്ടർ. സുരകിന്നര നാഗമാനവ മുനീശ്വരർ സുതരാം ജയമോതി വർഷിപ്പിതാശിസ്സുകൾ. അമരവധൂടികളാടുന്നു പാടിയിടുന്നു. സുമങ്ങൾ നിറകയ്യാൽ തൂന്നു വാരം വാരം. ആരണർ വേദധ്വനി അങ്ങിങ്ങു മുഴക്കുന്നു. ചാരണർ ഗാനം ചെയ്യൂ വംശാവദാനാവലി. തെമ്പകം ഭഞ്ജിച്ചെന്നും സീതയെ ഭരിച്ചെന്നും എമ്പാടും ത്രൈലോക്യത്തിൽ രാമന്റെ പുകൾ പൊങ്ങി. ഉഴിവൂ പൗരാവലിയെങ്ങും മംഗളാദീപം. കഴിവിൽ കവിഞ്ഞല്ലോ കാണിക്കയർപ്പിക്കുന്നു. ഭംഗിയിൽ സീതാരാമയുഗളം രാജിക്കുന്നു. ശൃംഗാരരസത്തോട് സൗന്ദര്യം മേളിച്ച പോൽ വന്ദിക്കൂ സീതേ ഭർത്തൃപാദങ്ങൾ. എന്നാളിമാർ ചൊന്നിട്ടും ചുമ്മാ നിൽപ്പൂ സീതഭീതയെപ്പോലെ. ഗൗതമമുനിയുടെ പത്നിതൻ ഗതിയോർത്ത് സീതപാണിയാൽ രാമപാദങ്ങൾ തൊടുന്നില്ല. മഹിനന്ദിനിയുടെ ദിവ്യമാം പ്രേമം കാൺകെ മനസാ
രഘുവംശതിലകൻ ഹസിക്കയായി. അന്നേരം വൈദേഹിയെ കണ്ട് മൂഢരാം ചില മന്നവർ തൽപ്രാപ്തിക്ക് അത്യന്തം കൊതി പൂണ്ടാർ. ദുഷ്ടരാം ആ നിർഭാഗ്യയുദ്ധത്തിനായി കോപ്പിട്ട് ദുഷ്ടരായ ഓരോ വീരവാദങ്ങൾ മുഴക്കുന്നു. ഒരുവൻ പറയുന്നു, ഹരിക്ക വൈദേഹിയെ ഇരുബാലകരെയും ഉടനെ ബന്ധിക്കുവിൻ, വില്ലൊടിക്കയാൽ മാത്രം വാഞ്ചിതം സാധിക്കില്ല. വല്ലുമോ വേൾക്കാൻ അന്യനിവളെ നാം ജീവിക്കെ വിജിതനാക്കിയിടുവൻ. വിഗ്രഹേ സഹായിച്ചാൽ വിദേഹൻ തന്നെ പോലും ഈ ഭ്രാതാക്കളോടൊപ്പം. സജ്ജനങ്ങളാം ചില മന്നവരോധി കഷ്ടം ലജ്ജയും ലജ്ജിച്ചുപോം നൃപന്മാരെ കണ്ടാൽ. മാഞ്ഞില്ലേ ഭവാൻമാർതൻ പ്രതാപ ബലവീര്യമാഹാത്മ്യം അന്തസ്സും ഈ ഭഗ്നചാപത്തോടൊപ്പം. കിട്ടിയോ നവവീര്യം നാൻമുഖൻ നിങ്ങളുടെ ദുഷ്ടബുദ്ധി കണ്ടല്ലോ. മുഖത്തു കരിതേച്ചു ഈർഷ്യയും ദർപ്പം ക്രോധമൊക്കെയും വെടിഞ്ഞുകൊണ്ടീക്ഷിക്ക ശ്രീരാമനെ കണ്ണുകൾ നിറവോളം. അതിഭീഷണമായ ലക്ഷ്മണ ക്രോധാഗ്നിയിൽ പതിയാതിരിക്കുവാൻ ഈ അമ്പറ്റകൾ പോലെ വനിതാസുതഭാഗം വായസം വാഞ്ചിക്കയോ, വിനതാസുതഭാഗം വായസം വഞ്ചിക്കയോ, വനരാജാവിൻ വീതം ശശകം മോഹിക്കയോ, മംഗളം അകാരണം ക്രോധിപ്പാന ഇച്ഛിക്കയോ, ശങ്കരദ്വേഷി സമ്പൽ സമൃദ്ധി കാക്ഷിക്കയോ, സൽകീർത്തി കാമിക്കയോ, ലോലുപ മഹാലോഭി നിഷ്കളങ്കത കാമാസക്തർക്കു ലഭിക്കയോ. സിദ്ധിച്ചിരുമോ മുക്തി വിഷ്ണു ഭക്തിയില്ലെങ്കിൽ വ്യർത്ഥം ഔവണ്ണം നിങ്ങൾ സീതയെ കൊതിപ്പതും. ഇക്കോലാഹലം കേട്ടാശങ്കിച്ച വൈദേഹിയെ ചിക്കന്നാളികൾ മാതുസവിധേ കൊണ്ടെത്തിച്ചു. ജനകതനൂജതൻ പ്രേമവായ്പിനെ രാമൻ മനസാ വർണ്ണിച്ചുകൊണ്ട് ആചാര്യ പാർശ്വം പൂകി. റാണിമാർക്കൊപ്പം സീതാദേവിയും ചിന്താകുലയാണിനി. വിധിയുടെ വിധാനമെന്താണാവോ. ഭൂപവാക്കുകൾ കേട്ടു സൗമിത്രി നോക്കി ചുറ്റും. കോപേന മിണ്ടിയിലൊന്നും അഗ്രജഭയം മൂലം. നേത്രങ്ങൾ രക്താഭമായി ഭ്രൂകുടി കുടിലമായി. ധാത്രീശൻ ദഹിച്ചുപോ മാറന്നു നോക്കി ക്രോധാൽ. ലക്ഷ്മണനപ്പോൾ മത്തമതംഗയൂതം പാർത്തിട്ടക്ഷമനാകും യുവകേശരി പോൽ കാണായി. ബഹളം തുടങ്ങവേ നൃപരെ പുരവാസി മഹിളാജനം മുഖി ശകാരവർഷം തന്നിൽ. സുന്ദരമായ ഈ മലയാള തർജ്ജമയ്ക്ക് ഇത്ര ഹൃദ്യമായി ആകർഷകമായി അത് അവതരിപ്പിക്കാൻ കവിയായിരുന്ന പ്രൊഫസർ രാജഗോപാൽ സാറിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഈ വലിയ കർമ്മം ചെയ്യുവാൻ വേണ്ടി കൈനിക്കര സാർ നിയോഗിച്ചത്. ആ നിയോഗം സഫലമായി മലയാളത്തിന് കൈരളിക്ക് രാമചരിതമാനസത്തിൻ്റെ അതിഗംഭീരമായ ഒരു വിവർത്തനം ലഭിച്ചു. സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി അശ്രു പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.